വടക്കൻ ഇസ്രായേൽ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊല്ലം സ്വദേശി പാറ്റ് നിബിൻസ് മാക്സ്വെല്ലിന്റെ മൃതദേഹം ജന്മനാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. ഇസ്രായേൽ കോൺസുലേറ്റ് ജനറൽ ടാമിൻ ബെഹെയിം വാടിയിലുള്ള നിബിലിന്റെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. കുടുംബത്തിന് എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്താണ് കോൺസുലേറ്റ് ജനറൽ മടങ്ങിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം രാത്രിയോടെ തന്നെ കൊല്ലത്തേക്ക് കൊണ്ടുവന്നു. തുടർന്ന് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയ ശേഷം ഇന്ന് ഉച്ചയോടെയാണ് വാടിയിലുള്ള നിബിന്റെ സ്വന്തം വീടായ കാർമൽ കോട്ടേജിൽ എത്തിച്ചത്. വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ച ഇസ്രായേൽ കോൺസുലേറ്റ് ജനറൽ ടാമിൻ ബെഹെയിം കുടുംബത്തിന് എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു. But we will also be there to help his family, his young wife, his daughter. Of course, we are going to now follow and be there and see any assistance and all assistance we can give. We will make sure it gets to his family. ബന്ധുക്കളും സുഹൃത്തുക്കളുമടക്കം നാടിന്റെ നാനാതുറകളിലുള്ള നിരവധി പേർ നിബിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വീട്ടിലേക്കെത്തി. കൊല്ലം MLA M മുകേഷ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ജനപ്രതിനിധികൾ തുടങ്ങി നിരവധി പേരും അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ വാടി സെന്റ് ആന്റണീസ് പള്ളിയിൽ സംസ്കാരം നടന്നു. കഴിഞ്ഞ 4-ാം തീയതിയാണ് വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുൾ ഷെൽ ആക്രമണത്തിൽ പാറ്റൻ നിബിൽ മാക്സ്വെൽ കൊല്ലപ്പെട്ടത്. നിബിൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന 2 മലയാളികൾ ഉൾപ്പെടെ 7 പേർക്കാണ് പരിക്കേറ്റത്. 2 മാസം മുൻപായിരുന്നു നിബിൻ അഗ്രികൾച്ചറൽ വിസയിൽ ഇസ്രായേലിലേക്ക് പോയത്. അമൃത ന്യൂസ്, കൊല്ലം.